വല്യമ്മ എന്റെ ബുക്ക് എടുത്ത് നിങ്ങളെ പെട്ടീന്ന്. ആ അത് ഞാനങ്ങോട്ട് മറന്നിക്കണേ, നടത്തരാം. ഹോ ആമിനാന്റെ ബുക്ക് തീ എടുത്തു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു സൂര്യം ഉണ്ടാവില്ല. ഒളിഞ്ഞിപ്പോ അച്ചാറും കുപ്പി കണ്ടിട്ടുണ്ടെങ്കിലേ അത് നോക്കും വേണ്ടി വരും. ഇതെത്താ റബ്ബിതെല്ലാം കൂടി എന്റെ പെട്ടി മാറിപ്പോയാ. പടച്ചോനെ ഇതെത്തപ്പ ഇതിന്റെ ഉള്ളില് എന്റെ തിരുവിതാംകൂർ മാങ്ങാച്ചാറിന്റെ കുപ്പി മാറി സ്വർണ്ണക്കുപ്പിയായ. ഇച്ച ലോട്ടറി അടിച്ചതാ. ഇതെന്ത് മറിമായം. ഓ എത്രമായൊരു പണ്ടും പണുവാണേ. ഇതെല്ലാം കൂടി എത്താൻ ഞാൻ കാട്ടിക്കാരം. എന്റെ റബ്ബേ ഇത് സ്വർണ്ണ നാണയങ്ങളാണല്ലോ. കണ്ടിട്ട് തന്നെ എന്റെ കണ്ണുകൂടെ മഞ്ഞളിച്ചകണ്. എത്താപ്പ ഞാൻ അതുകൊണ്ടൊക്കെ കാട്ടുക. എന്റെ റബ്ബേ ഇതൊക്കെ തെറുക്കി വിറ്റാലേ ഞാൻ കോടിപതിയാവും. അല്ലോ ചാലോചിച്ചിട്ട് തന്നെ ചീരി വരുന്നേ. പഠിച്ചോൻ കണ്ടറിഞ്ഞ് ഞമ്മക്കും വേണ്ടി ഇറക്കി തന്നതാ ഇത്. ഇത് ഞാൻ ആർക്കും കൊടുക്കൂല. ഇനി മുതൽ ഞാനേ വെറും കദീസുമല്ല, ഗോൾഡ് കദീസുമാണ്. ഗോൾഡ് കദീസു. വല്യമ്മ ബുക്ക് കിട്ടിയാ? അല്ല ആമിന ഇങ്ങോട്ട് വരുന്നുണ്ടല്ല. ഇതിപ്പോ ആകെ അൽക്കുലത്താവും. ആ നിക്ക് ആമിന, ഞാനേ അങ്ങോട്ട് കൊണ്ടുവന്നരാ. ഇങ്ങോട്ട് വരണ്ട. അതെന്താ ഞാൻ അങ്ങോട്ട് വന്നാലേ? എന്റെ റബ്ബേ ഈ പെണ്ണ് ഇങ്ങോട്ട് വന്നാലേ ഓള് സുബൈറിനോട് എല്ലാം പറയും. പിന്നെ ആ സുബൈദാക്കും ഈ വളി മാലി ഒക്കെ വീതിച്ച് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കൂടി പെച്ചെന്നെ തയ്യും തോന്നുന്നില്ല. നിങ്ങൾ ഈ ഡോറ് തുറക്കി. എത്ര നിങ്ങൾക്ക് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്തെങ്കിലും റൂമിൽ കയറാൻ അയക്കാത്തേ? അത് പിന്നെ ഞാൻ ഈ റൂമിൽ മല്ലി മുളക് ഉണക്കാട്ടെക്കണേ. അതാ ജയ് ഇങ്ങോട്ട് കയറിയാലേ എനിക്ക് തുമ്മല് വരും. എന്നാ ഇതല്ല എന്റെ ബുക്ക്. ഇതന്നെ എത്തി നിങ്ങൾക്ക് ഔത്ത് പണി. അത് ശരി ഇജിപ്പോ വന്ന് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാ. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മല്ലി മുളക് ഉണക്കാടേനൂന്ന്. ഓളോരോ ചോദ്യങ്ങളെ. ആരെങ്കിലും മല്ലിമുളകൊക്കെ റൂമിൽ ഉണക്കാനുണ്ടോ? വല്യമ്മക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് ഒരു സ്വഭാവം. ഈ തുണിയാളൊക്കെ ആകെ ഇരട്ടിക്കണേ. ഇനി പുതിയ തുണിയാൾ വാങ്ങണം. ഞാനിപ്പോഴേ പഴയ കദീസൊന്നല്ല, അൽ കദീസു ആണ്. അൽ കദീസു. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങളോട് ഞാൻ അപ്പൊ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാനല്ലോ. അങ്ങോട്ട് നോക്കി വല്യമ്മ വെറുതെ എവിടെയെങ്കിലും നിന്നുകാണ് ചിരിച്ചിണ്ട്. എന്റെ റബ്ബേ ഇതേ മേത്ത് ഏതോ ജിന്ന് കയറിയതെന്നാ തോന്നുന്നത്. എന്റെ പഠിച്ചോനെ അല്ലെങ്കിൽ തന്നെ അതിന്റെ സ്വഭാവം സഹിക്കാൻ വെച്ച. ഇനിയിപ്പോ ജിന്നും കൂടി കയറിയാല് അതിന്റെ ഒരു കുറവും കൂടി ഉള്ളേനും. ഇന്നേ റൂമിക്ക് കയറാനൊന്നും സമ്മതിച്ചിട്ടില്ല. റൂമിലാണ് തോന്നുന്നുണ്ട് ജിന്ന്. അല്ലെങ്കിൽ മനുഷ്യന്മാരായിട്ട് നല്ല കോലത്തിൽ നിൽക്കാൻ എന്റെ വല്യമ്മക്ക് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ ജിന്നാളായിട്ടും കൂടിയതേ കയറും. ഞാൻ പോവാ. ഇജത് നോക്കി അവിടെ ഇരുന്നോ. മണ്ടട്ടെ, അല്ലെങ്കിൽ പിന്നെ മെതുക്കെ കയറും. അവസാനിലെ ചന്ദ്രികയോ അറബി പെൺകൊടി അയകിൻ കൺമണി ആരിജേ ആരിജേ. റബ്ബേ ഈ പെട്ടി പെരന്റെ ഉള്ളിലുണ്ടായിട്ട് മനസ്സിലൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു സുഖമില്ലല്ല. ചെന്ന് മൂത്രയിച്ചാൻ പോണ്ടീന്. ഇനി പത്താപ്പഞ്ഞി കാട്ടുക. ഞാൻ പുറത്തേക്കിട്ട് പോയാൽ ഇനിയിപ്പോ ആമിനി സുബൈദയും കൂടി നിന്നോട് കയറി നോക്കിയാലോ. എന്റെ റബ്ബേ ഇനി പത്തൊരു വജ്ജേ. ഒരു ഐഡിയ ഉണ്ട്. ഈ കദീസുമാനോട് ഓല കളി. എന്റെ റബ്ബേ ആമിയെ ഇത് ജിന്നും ഭൂതൊന്നല്ല, നല്ല മുഴുത്ത വട്ടാ. അത് ഉമ്മാക്ക് ഇപ്പോഴേ മനസ്സിലായിട്ടുള്ളൂ. എനിക്ക് നേരത്തെ തന്നെ മനസ്സിലാവും. വല്യമ്മ അല്ല പെട്ടല്ലോ. എന്തേ ഇതെത്തങ്ങള് തലയിൽ പെട്ടും വെച്ചിട്ടാണ് നടക്കണത്? ഇതിലെന്താ? അതിലെന്തോ നിധി ഉണ്ടെന്നാ തോന്നേണ്ടത്. എത്ത് നിധിയോ? അതെത്ത സാധനം? വലിയ തിന്നണ സാധന? ഇതിന്റെ ഉള്ളിലേ എന്റെ അമ്മ ഉണ്ടാക്കി തന്ന ഒരു പ്രത്യേക തരം മാങ്ങാച്ചാറാണ്. അതെ വെയിൽ കൊള്ളിച്ചാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുപോവാ. വെയിൽ കൊള്ളിച്ചില്ലെങ്കിലേ അത് കേടരും. അതിനിപ്പത്തി നിങ്ങൾ പെട്ടി തലയിൽ വെച്ച് കാണാൻ പോണത് ആ കുപ്പിടുത്ത് കാണാൻ കൊണ്ടുപോയാ പോരെ. അതോ അത് പറ്റൂല. വല്യമ്മ പ്രത്യേകം പറഞ്ഞുകൊണു അങ്ങനെ ചെയ്യരുത്. പെട്ടിമ വെയിൽ ചൂടായിക്കാണ്ടേ ഉള്ളിലേക്ക് ഇറങ്ങണം. അങ്ങനെയാണ്. അല്ല ഇങ്ങക്ക് രണ്ടാക്കോ ഇന്റെ മൂട്ടിൽ നോക്കി നടക്കല്ലാത്ത വേറൊരു പണിയില്ല. മനസ്സിന് ഒരു സ്വയം തരൂലെന്ന് വെച്ചാല് സുബൈദ അനക്ക് അടുക്കളയിൽ പണിയെത്തൂലടി. ഇങ്ങനെയുണ്ടോ ഒരു പിരാന്ത്? ഓ കഴിച്ചിലായി. ആരേലും വരുമ്പോത്തിനെ ഈ പെട്ടി കുറ്റിക്കാട്ടിൽ വെച്ചുകാണ്ട് മൂത്രയിച്ചാൻ പോട്ടെ. നല്ല ചൊറുക്കളൊരു പാത്രം. കുറെ കാലുണ്ടല്ലോ ആ സ്റ്റീൽ പാത്രത്തിൽ ചോറുന്നിന്. ഇനി സ്വർണ്ണ പാത്രത്തിലൊന്ന് തിന്നോക്കട്ടെ. ഇതെത്താ ചായ ഉണ്ടാക്കുന്ന പാത്ര? ആ ബീ പാത്തുവിന്റെ പെരിയിലുണ്ടേനല്ലോ എന്നാണ് ഞാൻ ചെന്നപ്പോഴേ. ഹോ എത്തേനോളൊരു ജാട. എന്തിനു കുത്തണതാന്ന് അവള് പറഞ്ഞത്. ഇതിൽ കൂടെ ഊതാനും പറ്റുന്നുണ്ടല്ലോ. ഇത് തുറക്കാൻ പറ്റുമെന്നാവും. ഇതേമായിട്ടൊരു പാത്രം ഞാൻ എവിടോ കണ്ടേക്കണല്ല. പഠിച്ചോനെ ഇത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കല്ലേ? അല്ലോ സിൽമിയിലൊക്കെ കാണണ അതേപോലെ തന്നെ ഉണ്ട്. അല്ല സിൽമിയിലൊക്കെ കാണുന്ന പോലെ തന്നെ അതൊന്ന് വരച്ചു നോക്കട്ടെ. ചിലപ്പോ ഇതിന് വല്ല ഭൂതം വന്നാലോ. അതങ്ങോട്ട് വരട്ടെ. ഇത് പത്താ വെറുതെ വരുതെന്നല്ലാതെ ഇതിനൊരു കുന്തും വരുന്നില്ലല്ല. ഇതിന്റെ ഉള്ളിലുള്ള ഭൂതേ അവിടെ കിടന്ന് ചത്തപ്പോന്നാ തോന്നുന്നുണ്ട്. എന്റെ കയ്യിന്റെ തൊലി പോയി എന്നല്ലാതെ ഒരു ജിന്നും തീരെ വന്നില്ല. ഇപ്പൊ ഉള്ളിൽ ആരെയും ഉണ്ടാന്ന് വിളിച്ചു നോക്കിയാലോ. ഹലോ ഭൂതേ ഇജുണ്ടാ ഔത്ത്?
വേഗം പുറത്തേക്ക് വാ. എനിക്ക് കുറച്ച് മാറാതെ തട്ടാനും പണിയൊക്കെ ഉണ്ടേനു ഇവിടെ. ഇതിന്റെ ഒത്തുനിന്ന് ആരും മുന്നാട്ടൊന്നും കേൾക്കാനില്ലല്ലോ. ഏതായാലും വിരുന്നേരൊക്കെ വരുമ്പോഴേ ചായ ഒഴിച്ചു കൊടുക്കാൻ വെക്കാം. നല്ല ചൊറുക്കുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് ഒച്ചയൊക്കെയുണ്ട്. ഇതൊക്കെമ്മ ഇവിടെ ഒരു പോലീസ് ജീപ്പ്. ആർക്കറിയാം? നിങ്ങളാണോ മിസ് കദീസുമ? നിങ്ങൾക്കെതിരെ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. അല്ലോ, ഞമ്മളല്ല. എവിടെ എവിടെ കദീസുമ? അവരിപ്പോൾ ഒളിവിലാണോ? ഒളിവിൽ കഴിയുകയാണോ? സത്യം പറയൂ. അല്ലല്ലോ, അല്ല, അവരിവിടെ ഉണ്ട്. എന്താ സാറേ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ആദ്യം അവരെ വിളിക്ക്, എന്നിട്ട് പറയാം. ആമി, നീ വേഗം പോയിട്ട് വല്യമാനെ പോയി വിളിക്കേ. ശരി. വല്യമ്മ, വല്യമ്മ, എത്താ അമീന? നിങ്ങളെ കാണാനേ ഒരാൾ വന്നിക്കണ്. ലാബുദ്ദീന്റെ ജിമ്മയിക്കാരം. വെച്ച ഇത് ഒരുദീനുള്ള ഒരു ഗുണം എന്തിനും കിട്ടിയല്ലോ. ഇതാ ഞാൻ വരുന്നു, പോലെന്ന് പറയാ. പോവൂല, നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. എവിടെ അമീന ജിന്നെ? നിക്കണു നോക്കി. ഇത് ജിന്നല്ലല്ലോ, ചെയ്താനാണല്ലോ. കദീസുമ, ഓടരുത്. ഓടിയാൽ ഈ തോക്കിലെ ഉണ്ടാ നിങ്ങളുടെ നെഞ്ചിൽ കൊള്ളൂ. ഇല്ല, നമ്മളിനി ഓടിയിട്ടില്ലല്ലോ. അല്ല, നിങ്ങളിപ്പോ ഈ വൈക്കൊക്കെ കള്ളന്മാരൊന്നും തല്ലേ? ഒരു കള്ളിയെ പിടിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങള്. അത് ശരി. എവിടെ എടുത്താ? ഇവിടെ അടുത്തല്ല, ഈ വീട്ടിൽ തന്നെയാ. അതാരേ? ആമിനെ? ഞാനൊന്നല്ല. ആമിനല്ല, നിങ്ങൾ തന്നെ. സത്യം പറ, നിങ്ങളെ കയ്യിലിരിക്കുന്നത് എന്താ? ഈ വിളക്കോ? ഇതേ ഞങ്ങളെ തറവാട്ടിലെ പഴയ വിളക്ക. ഞാനിതേ തേച്ച് മിനിക്കേനു. എന്തേ? കദീസുമ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അടുക്കളയിലേ കുക്കർ വിസിലടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നുണ്ട്. ഞാനേ ഗ്യാസ് ഓഫാക്കിട്ട് വരാം. ഇവിടെ നിന്ന് പോയാലേ നിങ്ങളെ ഗ്യാസ് പോവും. ഈ നിൽക്കുന്ന പാവം കുട്ടികളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ മോഷ്ടിച്ചെന്ന് വിവരം കിട്ടിയല്ലോ. അല്ലോ, അതിന്റെ കഷ്ടപ്പാട് കണ്ടു എനിക്ക് പഠിച്ചവനായിട്ട് ഇറക്കി തന്നതാണ്. അത് ഞാനേ ആർക്കും തരില്ല. കദീസുമ, നിങ്ങളൊന്ന് സഹകരിക്കണം. ഈ പെട്ടിയാണ് നിങ്ങളുടെ പെട്ടി. അല്ല, ഇന്റെ പെട്ടിന്റെ പോലെ തന്നെയുള്ള പെട്ടിയാണല്ലോ അത്. അപ്പൊ പിന്നെ ആ പെട്ടിയോ? ആ പെട്ടി ഇവരുടെ പെട്ടിയാ. നിങ്ങൾക്ക് ക്യാമ്പിൽ വെച്ച് മാറിപ്പോയതാ. നിങ്ങളുടെ കീറിയ പാവാടയും ഉണക്കമീനും അച്ചാറൊക്കെ ഇതിലുണ്ട്. എങ്കിൽ ഈ പെട്ടി തന്നെയല്ലേ നിങ്ങളുടെ പെട്ടി? ഇതന്നെയാണ് സാറേ ഞങ്ങളെ പെട്ടി. ഞങ്ങൾക്ക് സന്തോഷായി. ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ നോക്ക്. ശരി സാറേ. ഈ വിളക്കും അവർക്ക് കൊടുത്തേക്ക്. ഹൃത്തിക്ക് ഈ മണ്ടന്മാരെ നമ്മൾ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുക. അതെ, ഭാഗ്യം. ഹലോ, SI പീതാംബരൻ സ്പീക്കിംഗ്. അതെ സാറേ, ഞാനേ ഉദയപുരം മെൻഷനിലെ സെക്യൂരിറ്റിയാണ്. ഇവിടെ നിന്നേ കുറച്ച് സാധനങ്ങൾ മിസ്സായിട്ടുണ്ട്. അതെയോ? ഞങ്ങൾ CCTV ഫുട്ടേജ് എടുത്ത് നോക്കി. അപ്പോൾ 2 കുട്ടികളെ അതിൽ കാണാനുണ്ട്. ഇവിടെ ക്യാമ്പിന് വന്ന പിള്ളേരാണെന്ന് തോന്നുന്നു. ഓഹോ, അതിൽ ഒരു കുട്ടി പിങ്ക് ഡ്രസ്സും മറ്റേ കുട്ടി റെഡും വൈറ്റും ആണോ? അതെ സാറേ, അത് തന്നെയാ. നിങ്ങൾ വെച്ചോ, അവരിപ്പോ എന്റെ കസ്റ്റഡിയിലുണ്ട്. അയ്യോടാ ഹൃത്തിക്ക്, ഇവിടെ നിന്ന് മുങ്ങുന്നതാ നല്ലത്. എങ്ങനെ മുങ്ങാനാ? അയാളെ കയ്യിലേ തോക്ക്. നീയൊക്കെ എന്താ വിചാരിച്ചേ? പോലീസുകാർ ഒരു മുന്നാക്കന്മാരാണെന്നോ? നിങ്ങൾ 2 പേരായിരുന്നല്ലേ ഇതിന്റെയൊക്കെ പിന്നില്? സോറി സാറേ. സോറി മിസ് കദീസുമ, നിങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയതിന്. അതൊന്നും കുഴപ്പമില്ല. വേഗം നടത്തി രണ്ടാളും. രണ്ടിനെ ഇടിച്ച് പരിപ്പിളക്കും ഞാൻ.